രാജ്യത്ത് ഏറ്റവും വിപുലമായ ആരോഗ്യ സംവിധാനമുള്ളതും ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നതുമായ സംസ്ഥാനമാണ് നമ്മുടേത്. കേരളത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാസ്പ് 2018-19 വർഷത്തിലാണ് ഏറ്റവും അവസാനമായി അർഹതയുള്ളവരെ അവസാനമായി കൂട്ടിച്ചേർത്തത്, ഇൻഷുറൻസ് കാർഡ് നൽകിയതും. അതുപ്രകാരം 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് കാസ്പ് കാർഡുകൾ ലഭ്യമായത്. അതിനുശേഷം സമഗ്രമായ ഒരു റിവിഷൻ ഇതിൽ ഉണ്ടായിട്ടില്ല. നിലവിലുള്ള കാർഡിൽ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് സൗകര്യം ലഭിക്കുന്നുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നു. പുതിയ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിൽ സംവിധാനങ്ങളില്ല. കാരുണ്യ ബെനവലന്റ് സ്കീം ഉണ്ടെങ്കിലും പലപ്പോഴും ഇത് ഫലപ്രദമാവുന്നുമില്ല. 5 വർഷം പൂർത്തിയായ ഘട്ടത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പുതിയ കുടുംബങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിനും നിലവിലുള്ള കാർഡിൽ അർഹതയുള്ള ആളുകളെ സമഗ്രമായി ഒരു റിവിഷൻ പരിപാടി നടപ്പിലാക്കി ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി ആവിഷ്കരിക്കുമോ, അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത്. നേരത്തെ 30,000 രൂപയായിരുന്നതാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ. 2021 2 ലക്ഷം കുടുംബങ്ങളായിരുന്നെങ്കിൽ ഇന്നത് 6 ലക്ഷം കുടുംബങ്ങൾക്കാണ്, 6 ലക്ഷം വ്യക്തികൾക്കാണ് ഓരോ വർഷവും നൽകുന്നത്. 42 ലക്ഷം കുടുംബങ്ങളുണ്ട്. സർ, ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ ഹെൽത്ത് അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണ്. അപ്പോൾ ആ അനുമതി ലഭിക്കുകയും അതോടൊപ്പം അതിന് ആനുപാതികമായിട്ടുള്ള കേന്ദ്ര വിഹിതം 162 രൂപയാണ് പ്രീമിയം അവരുടേത്. അതുകൂടി നമുക്ക് അതിനനുസരിച്ച് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ട്. അതിന് ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി ഉൾപ്പെടെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സർ, എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ളത് തന്നെയാണ് സർക്കാർ നയം. സർ മറുപടി ടേബിൾ ചെയ്യുന്നു.